ഇത് വാവിൻ്റെ അന്നത്തെ ദിവസമാണ്. 5:45 ആയപ്പോഴത്തേനും ഞങ്ങൾ എണ്ണീറ്റായിരുന്നു. ചേച്ചിക്ക് ബലിയിടാൻ പോകണമായിരുന്നു. അന്നേരം ഞങ്ങളൊരു 5:45 ആയിട്ട് എണ്ണീറ്റപ്പോൾ നല്ല ചെറിയ ചാറ്റമഴയൊക്കെ ഉണ്ട്. രാവിലെ ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ താഴെ ചെന്ന് ചേച്ചിക്ക് കുളിക്കുകയൊക്കെ വേണമായിരുന്നു. കുളിച്ചെല്ലാം വന്നപ്പോഴത്തേക്കിന് 6:30 ആയി. അപ്പോൾ അവിടെ ഒരു താമര ദേ വിരിഞ്ഞെല്ലാം വരുന്നുണ്ട്. മഴയായത് കാരണം കുറേയൊക്കെ അങ്ങ് നശിച്ചു പോയി. ചേച്ചി കുളിച്ചെല്ലാം വന്നപ്പോഴത്തേക്കിന് നമുക്ക് സമയം ഒരു 6:30 ആയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ നേരെ കായംകുളത്തോട്ടാണ് പോയത്. കായംകുളം പുതിയടം എന്ന് പറഞ്ഞ ഭാഗത്താണ് നമ്മൾ ബലിയിടാനായിട്ട് പോയത്. ഞങ്ങൾ തോർത്ത് വാങ്ങിച്ചിട്ടില്ലായിരുന്നു. പോകുന്ന വഴി മേടിക്കാമെന്ന് പറഞ്ഞ് ഇന്നപ്പോൾ വണ്ടിയിൽ തോർത്തൊക്കെ കൊണ്ടിട്ട് വിൽക്കുന്ന വാവായതുകൊണ്ട് ഈ തോർത്തൊക്കെ നന്നായിട്ട് ചിലവായി പോകും. അങ്ങനെ അവിടുന്ന് തോർത്തൊക്കെ മേടിച്ച് ഞങ്ങൾ കൈ പിടിച്ചുകൊണ്ട് നേരെ കായംകുളത്ത് വന്ന് അവിടെ വന്നപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയൊക്കെ കുറേ ഇരിക്കുന്നു. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ചേച്ചി നേരെ ക്യൂ നിൽക്കാനും പോയി രസീത് എഴുതണമായിരുന്നു. ഞാൻ അവിടെ നിൽക്കുകയും ചെയ്ത്. അത് കഴിഞ്ഞ് നമുക്ക് ക്യൂ നിൽക്കാൻ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിയും ക്യൂ ഒക്കെ നിന്നു. ഞാൻ ആ സൈഡിൽ മാറി നിൽക്കുമായിരുന്നേ. അങ്ങനെ ആദ്യത്തെ ട്രിപ്പിൽ കയറിയ ആൾക്കാരെല്ലാം കൂടെ ഒന്നിച്ചാണ് ബലിയിടാൻ ഇറങ്ങിയത്. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ചേച്ചി ബലിയിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡ്രസ്സ് മാറാൻ പോയായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി. ചേച്ചിക്ക് അപ്പുറത്ത് അമ്പലത്തിലും പോകണം. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉണ്ണിയപ്പം കൊണ്ടൊരു ചേച്ചി നിൽക്കുന്നു. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് ഒരു കവർ ഉണ്ണിയപ്പം ഒക്കെ മേടിച്ചു. അപ്പം തന്നെ അതിൻ്റെ അപ്പുറത്ത് കണ്ട് ചീരയും കൊണ്ട് ഒരച്ഛൻ നിൽക്കുന്നു. അപ്പോൾ അത് കണ്ടിട്ട് മേടിക്കാതെ പോകാൻ തോന്നിയില്ല. അങ്ങനെ അതും മേടിച്ചു. ചേച്ചിയാണെങ്കിൽ അമ്പലത്തിൽ പോയിക്കുമായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ നിന്ന് വന്നു. ഞാൻ അമ്പലത്തിൽ പോകാറില്ല. അങ്ങനെ ചേച്ചി അമ്പലത്തിൽ കയറിയിട്ട് വന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വരാനായിട്ട് ഇറങ്ങി. അപ്പം തന്നെ സമയം നന്നായിട്ട് ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലോട്ട് വരുന്ന വഴി കുഞ്ഞിപ്പെണ്ണിന് പേരയ്ക്കായും റംബൂട്ടാനും ഒക്കെ മേടിക്കാനായിട്ട് റോഡിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും എല്ലാം മേടിച്ചുകൊണ്ട് വന്നപ്പോൾ നമുക്ക് ചാരുമൂട്ടിന് മീൻ മേടിക്കണമായിരുന്നു. അങ്ങനെ ചേച്ചി മീൻ മേടിക്കാനായിട്ട് പോയി. അപ്പം നമുക്ക് വേണ്ടുന്ന മീനും ഒക്കെ മേടിച്ചുകൊണ്ട് നമ്മൾ നേരെ ചുനക്കരയിൽ വന്ന് ചുനക്കര ATM കയറണമായിരുന്നു. അങ്ങനെ ATMലൊക്കെ കയറിയിട്ട് നേരെ വീട്ടിൽ വന്നപ്പോൾ അമ്മൂമ്മയും കൊച്ചുമോളും കൂടെ ദേ മുറ്റത്തിരിക്കുന്നു. കുഞ്ഞിപ്പെണ്ണ് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഞങ്ങളെ കാണാത്തതിൻ്റെ ഒരു മൂഡ് ഓഫും പിന്നെ എവിടെയോ ഒന്ന് വീണ് മുഖമൊക്കെ ഒന്ന് ഉരഞ്ഞു ഇരിപ്പുണ്ട്. വല്ലാതെ ഊമനടിച്ചിരിക്കുമായിരുന്നു കുഞ്ഞിപ്പെണ്ണ്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെ കുറേ നേരം ഞങ്ങൾ നോക്കിയിട്ടത് ഞങ്ങളോട് വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അവസാനം ഞങ്ങൾ കൊണ്ടുവന്ന ഉണ്ണിയപ്പം കുഞ്ഞിപ്പെണ്ണിൻ്റെ കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞപ്പം കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ആ ചിരിയൊക്കെ കാണാൻ നല്ല രസമാണ്. അങ്ങനെ അമ്മ മീനും വെട്ടാനായിട്ട് പോയി. ഞാനും ചേച്ചിയും കൂടെ അമ്മ മീനും വെട്ടാൻ പോയി. ഞാനും ചേച്ചിയും കൂടെ കുഞ്ഞിപ്പെണ്ണിന് മരുന്ന് കൊടുക്കാനും പോയി. 2 ദിവസം മുന്നേ കുഞ്ഞിപ്പെണ്ണിന് പനിയായിട്ട് ആശുപത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ പിടിക്കാതെ ഈ കുഞ്ഞിപ്പെണ്ണ് ഒരു വിധത്തിൽ മരുന്ന് കഴിക്കത്തില്ല. അത് കഴിഞ്ഞ് കുറച്ച് നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് നേരത്തെ നന്ദിച്ചേട്ടൻ കല്യാണത്തിന് മുമ്പ് ഒരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നെയാണ് ഈ പാവ. അപ്പോൾ അതിനെ ഒന്ന് വെയിലത്ത് വെക്കാമെന്ന് കരുതി ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ നേരെ വെളിയിലോട്ട് ഇറങ്ങി. അപ്പം നമ്മുടെ ഇവിടെ പട്ടിയുടെ ശല്യം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ പട്ടി അതിൻ്റെ കാലെ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങ് പോകും. അതുകൊണ്ട് വേറൊരു കസാരയൊക്കെ എടുത്ത് അതിൻ്റെ കാലൊക്കെ പൊക്കി വെച്ചിട്ട് അതിനെയും വെയിലത്തിരുത്തുകൊണ്ട് ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ നേരെ പെരയ്ക്കകത്തിട്ട് പോയി. എല്ലാവരുടെയും പണി ഒരറ്റത്തൂടെ നടക്കുന്നത്. ചേച്ചി ഇവിടെ ചീരയെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി അമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ചോറൊക്കെ ഉണ്ടിട്ട് എല്ലാവരും കൂടെ കിടന്ന് ഉറങ്ങി. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഒരു ചൂലും എടുത്തുകൊണ്ട് പെരയ്ക്കകത്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുവാണേ. ഞങ്ങൾ ആരെങ്കിലും തൂക്കുന്ന കണ്ടാൽ പിന്നെ കുഞ്ഞിപ്പെണ്ണിന് അന്നേരം തൂതുകൊണ്ട് നടക്കണം. ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് കൊടുത്ത പേരയ്ക്കൊക്കെ കടിച്ചു പറിച്ച് അവിടെ ഇവിടെയൊക്കെ ഇട്ടേക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ ഓമയിൽ തന്നെ ഉണ്ടായ 2 ഓമയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ പഴുത്തായിരുന്നു. അമ്മ അതെടുത്തുകൊണ്ട് വന്ന് എല്ലാം ചെത്തി. കുഞ്ഞിപ്പെണ്ണിനാണെങ്കിൽ അത് കിട്ടാഞ്ഞിട്ട് സമാധാനമില്ല. അങ്ങനെ അതെല്ലാം ആദ്യമേ തന്നെ കണ്ടിച്ച് കുഞ്ഞിപ്പെണ്ണിന് കൊടുത്ത്. കുഞ്ഞിപ്പെണ്ണും കഴിച്ചു കഴിഞ്ഞ് ഞാനും ചേച്ചി അമ്മയും കൂടെ അതെല്ലാം കഴിച്ചു. അങ്ങനെ കുറച്ച് പണികളുണ്ടായിരുന്നു. അതെല്ലാം തീർത്തിട്ട് ചേച്ചി വൈകിട്ട് കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ആപ്പി ഫീസും കട്ട്ലറ്റും ഒക്കെ മേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞാൻ തുണി മടക്കി വെച്ചേക്കുന്ന ഒരു ബേസ്ബോൾ ഉണ്ടായിരുന്നു. തുണി മടക്കുന്നതിന് മുമ്പ് കുഞ്ഞിപ്പണനകത്ത് കയറിയിരുന്ന് പിന്നെ അവളെ വലിച്ച് കളിപ്പിച്ചുകൊണ്ട് പെരയ്ക്കകത്തൊക്കെ നടന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.